ഉം, ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ഡ്രഗ് ഡീലിങ്സ് ഒന്നുമില്ല. ക്യാമ്പസിലോ ആർക്കും ഞാനിത് കൊടുത്തിട്ടില്ല. എനിക്കറിയത്തില്ല നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നതെന്ന്. ഡാ കൊച്ചനെ, അത് ഞങ്ങൾക്കും അറിയാടാ നിനക്ക് ഡ്രഗ്സായിട്ടൊരു ബന്ധമില്ലെന്ന്. നീ കഴിഞ്ഞ ദിവസം കോളേജിൽ വെച്ച് കൂടെ പഠിക്കുന്ന ഒരുത്തനായിട്ട് തല്ലിയില്ലേ? അതിൻ്റെ ബാക്കിയാന്ന് കരുതിയാൽ മതി. എന്തായാലും അവന്മാർ നന്നായിട്ട് വെച്ച് കീച്ചിട്ടുണ്ടല്ലോ നിനക്ക്. 2 ദിവസം നീ ഇത് സഹിക്കേ. 3-ാം ദിവസം ആകുമ്പോൾ നിനക്ക് വീട്ടിലേക്ക് പോകാം. എൻ്റെ അറസ്റ്റ് ഞാൻ രേഖപ്പെടുത്തിയിട്ടില്ല. ആളെ വെച്ച് അവൻ തല്ലിച്ചല്ലേ. അവൻ്റെ അത്രയും ഭീരുവല്ല ഞാൻ. ഇതിന് ഞാൻ ഇറങ്ങിക്കഴിയുമ്പോൾ അവൻ അനുഭവിച്ചോളും. ഇനി ആ ചെറുക്കൻ്റെ രോമത്തിലെങ്ങാനും നീ തൊട്ടാലാ നിന്നെ വീണ്ടും ഇവിടെ കൊണ്ടുവന്ന കെട്ടി ഞാൻ തൂക്കും. ആരും ചോദിക്കാൻ വരത്തില്ല. എന്തായാലും സാറ് അത്രയ്ക്കും വളർന്നിട്ടില്ല. പിന്നെ സാറിൻ്റെ തോളിലിരിക്കുന്ന ഈ നക്ഷത്രങ്ങൾക്കും അത്രയും പവർ ഇല്ല. ഈ ജെയ്ഡനെ പറ്റി നിനക്കറിയാത്ത കൊണ്ട് ഇനി നീ അറിഞ്ഞോളൂ. അലക്സി, ഇന്നത്തെ നൈറ്റ് ഇനി ആഹാരം പോലും കൊടുത്തേക്കില്ല. മമ്മി, ഐ എം സോറി. എൻ്റെ പൊന്നാദി, നീ ഇങ്ങനെ കരയാതെ. എനിക്കിപ്പോൾ ആകെപ്പാടെയുള്ള ടെൻഷൻ ജേഡനെ പറ്റിയാ. പിന്നെ നിങ്ങളുടെ ആ റിലേഷൻ എനിക്കറിയായിരുന്നു നേരത്തെ. മമ്മി, താഴെ മമ്മീനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഏതൊരു സ്റ്റുഡൻറ്റിൻ്റെ പേരൻ്റാണെന്നാണ് പറഞ്ഞത്. മമ്മി ഒന്ന് വന്നേ. ആ പ്രൊഫസർ മാഡം, ഈ രാത്രി തന്നെ ഇവിടെ വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ. ഞങ്ങളുടെ ചെറുക്കൻ്റെ കാര്യമാകുമ്പോൾ ഞങ്ങൾ ഓടി വേർതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, എനിക്ക് നിങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ല. ഞങ്ങൾ നിങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന റോഷൻ്റെ പേരൻസാണ്. പിന്നെ ഇവിടെ വന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ എൻ്റെ ചെറുക്കന് നിങ്ങൾ അനാഥയെ പോലെ വളർത്തുന്ന ആ കൊച്ചിനെ ഭയങ്കര ഇഷ്ടം. എൻ്റെ മോൻ എന്ത് ചോദിച്ചാലും അത് വാങ്ങിച്ചു കൊടുത്താൽ എനിക്ക് ശീലമുള്ളൂ. അതുകൊണ്ടാണ് ഈ രാത്രി തന്നെ ഞാനിത് പറയാൻ വന്നത്. ആ ശീലങ്ങളൊക്കെ മാറേണ്ട സമയമായി. ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾ ആർക്കും കൊടുക്കുന്നില്ല. ഇതൊരു നടക്കി പോകൂലല്ലോ. ഒന്ന് മയത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ വന്നപ്പോൾ ഇങ്ങനെയാണോ നിങ്ങൾ തിരിച്ച് സംസാരിക്കുന്നത്? ഞങ്ങൾക്കും ഈ പെണ്ണിടത്ത് താല്പര്യമൊന്നുമില്ല. പിന്നെ എൻ്റെ ചെറുക്കന് താല്പര്യമുള്ളതുകൊണ്ട് ഒരു അനാഥയ്ക്ക് ഒരു ജീവിതം കൂടെ ആകട്ടെ എന്ന് ഓർക്കണമായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി വരുന്നതങ്ങ് സഹിച്ചോ. ഓ, അത്ര കഷ്ടപ്പെട്ട് വരണമെന്നില്ല. ഒരു അനാഥയ്ക്ക് ജീവിതം കൊടുക്കാൻ വന്നേക്കുന്ന ഇറങ്ങി പൊക്കോണം. ഇച്ചായൻ ഇവിടെ എന്തിനിരിക്കുക? വാ പോയേക്കാം. തെച്ചിളി ചക്ക, നീ പറഞ്ഞത് ആരോടാന്ന് നിനക്ക് ഓർമ്മ വേണം. ഇതെന്താ ഇവരൊക്കെ ഇവിടെ ഈ സമയത്ത്? എൻ്റെ ഇച്ഛായ ആദ്യനെ പെണ്ണ് ചോദിക്കാൻ വന്നതാ രണ്ടെണ്ണം. ആദ്യം ഇപ്പം ഞങ്ങൾ ആർക്കും കെട്ടിച്ചു കൊടുക്കുന്നില്ല. നിങ്ങളത് പോയേ. പിന്നെ റോഷൻ്റെ പേരൻസ് അന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി അവൻ്റെ പെർഫോമൻസ് അക്കാഡമിക്കലി അത്ര പോരാ. അത് നിങ്ങൾ അതേ ശ്രദ്ധിക്ക്. അല്ലാണ്ട് പെണ്ണാലോചിച്ചുകൊണ്ട് വരാതെ നിൽക്കാതെ നന്നായിട്ട് മക്കളെ വളർത്തണം. വേണമെന്ന് പറഞ്ഞ സാധനം അങ്ങ് വാങ്ങിച്ചങ്ങ് കൊടുത്തേക്കല്ലേ. പിന്നെ ഞങ്ങളുടെ ആദ്യമോള് അങ്ങനെ ഒരു സാധനമായിട്ട് നിങ്ങൾ കണക്കാക്കുകയും വേണ്ട. ചെന്നോ. ഇവിടെ കയറി കിടക്കാൻ വന്നതല്ല, ഞങ്ങൾ ഇറങ്ങുക. ഞങ്ങളിത് അനുഭവിക്കും. ഇങ്ങനെയുള്ളവന്മാർക്ക് 2 കൊടുക്കാൻ എൻ്റെ ഇച്ഛായൻ തന്നെ ബെസ്റ്റ്. ഇച്ഛായൻ ഇവിടെ ഇല്ലാത്ത പോയത് ഈ വന്ന 2 ഭാഗ്യം. ഇച്ഛായ, പിന്നെ പോയ കാര്യം എന്തായി? ജേഡൻ്റെ കാര്യം, എൻ്റെ കുഞ്ഞിനെ എന്താ കൊണ്ടുവരാഞ്ഞത്? എൻ്റെ ചീന, നീ എനിക്ക് അത് പറയാനൊരു സാവകാശം താ. അവനെ ഞാൻ വെറുതെ കൊണ്ടു വന്നത്. അവരെ അറസ്റ്റൊന്നും രേഖപ്പെടുത്തിയില്ല. ഞാൻ നമ്മുടെ ഡെന്നിസ് വക്കീലിനും കൊണ്ട് പോയിട്ട് കണക്കിന് അവന്മാർക്കത് കേൾപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇറങ്ങിയ പാടെ എൻ്റെ കയ്യിൽ നിന്ന് കീയും വാങ്ങിച്ച് അവൻ ആ കാർ എടുത്തുകൊണ്ട് പോയി. എന്നെ ഡെന്നിസ് അവിടെ ഡ്രോപ്പ് ചെയ്തത്. അവൻ ഇങ്ങോട്ട് വരട്ടെ, ശരിയാക്കി കൊടുക്കുന്നുള്ളത്. ഇത്ര നേരം തീ തിന്നുമായിരുന്നു. എന്നിട്ട് അവൻ എന്നെ വന്ന് കാണണ്ട പോയേക്കുന്നു. നമ്മളൊത്തിരി ലാളിച്ച് വഷളാക്കുന്നതുകൊണ്ട. ഇങ്ങോട്ട് വരട്ടെ അവൻ. 2 പേര് ഇവിടെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. നാളെ ക്ലാസ് ഉള്ളതല്ലേ. പോ, റൂമിലേക്ക് ചെല്ല്. ഒരാൾ കളിപ്പിലാണല്ലോ ജോണപ്പ. അതവനെ കാണാത്തതിൻ്റെ ദേഷ്യ. എന്തായാലും 2 പോയി കിടന്നോ. നീയോ? നീ എന്നാടാ പാതിരാത്രി എൻ്റെ വീട്ടിൽ? നിനക്ക് കിട്ടിയതൊന്നും പോരെ? നന്നായിട്ട് ചാവിയിട്ടുണ്ടല്ലോ അവർ. അത് നീ പറഞ്ഞത് ശരിയാ. പക്ഷെ നിന്റെ ശിങ്കിടികൾക്ക് കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് നേരെ വാ നേരെ പോ. അതുകൊണ്ട് നേർക്ക് നേരാണ്. പിന്നെ ഒരു കടവും ഞാനങ്ങനെ ബാക്കി വെക്കാറില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ അത് തന്നു തീർക്കാൻ വേണ്ടി ഞാൻ വന്നത്. അപ്പോൾ എങ്ങനെയാ, തുടങ്ങട്ടെ? എത്ര നേരമായി കാത്തിരിക്കുന്നു. ഇച്ചാൻ എനിക്ക് പറഞ്ഞിട്ടെങ്കിലും പോക്കൂടെ? കാർ വന്നല്ലോ.
ഇച്ചനാണോ? ഇച്ചയ, ഇതെന്നെ കോലം വന്നേ. അവരൊത്തിരി ഉപദ്രവിച്ച് ഇവിടെ ഇരിക്കുക. ഞാനെങ്കിൽ മരുന്ന് വെച്ചുതരാം. എൻ്റെ ആദി, നീ ഇങ്ങനെ കിടന്ന് കരയാതെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലാഞ്ഞിട്ടാണ് ചോര വന്നേക്കുന്നത്. ഞാൻ ജീനമ്മേനെ വിളിക്കട്ടെ? മമ്മീനെ എങ്ങനെ വിളിച്ചോണ്ട് വന്നാ? നിൻ്റെ മുട്ടുകാരെ ഞാൻ ഓടിച്ചിടത്തേക്കോട്ട് ഇവിടെ. ആ കോട്ടൺ നീ ഇങ്ങോട്ട് കൊണ്ടുപോവാ. എൻ്റെ ഈ പ്രശ്നമൊന്നും ഇല്ലടി, ഞാനല്ലേ പറയുന്ന. ശരി, സമ്മതിച്ച് അവിടെ ഇരിക്കും, ഞാൻ ചെയ്തു തരാം. ശരി ശരി, സമ്മതിച്ചത് ചെയ്ത് താ. പിന്നെ ഇച്ചയ, ഒരു കാര്യം ഉണ്ടായി. റോഷൻ ചേട്ടൻ്റെ പേരൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്നെ പെണ്ണി ഉദിച്ചുകൊണ്ട്. ഓ, അപ്പം ഞാനില്ലാത്ത സമയത്ത് അങ്ങനെയും ചില സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാകുന്നുണ്ടല്ലേ. നീ ആരുടെ പെണ്ണാടി? ആ, എന്താ ഇച്ചയ അങ്ങനെ ചോദിച്ച? മമ്മി അവരെ പറഞ്ഞു വിട്ടു. ആഹാ, എൻ്റെ പൊന്നാദി, നീയാണെങ്കിൽ എന്നെ ഇങ്ങനെ പേടിയോടെ നോക്കല്ലേ. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെയാ. ജിമിൻ, തൻ്റെ ചേട്ടനെ പോലീസ് വിട്ടോ? അല്ല, ഒന്നും കാണാതെ പെട്ടെന്ന് അവരെങ്ങനെ കയറി വരത്തില്ലല്ലോ. അറിഞ്ഞിട്ട് ഇപ്പം എന്നത്തിനാ ഇനി നീ അതിൻ്റെ പുറകെ പോകുന്നുണ്ടോ? നിനക്ക് ക്ലാസ്സിലെ മീയ, പോയി ക്ലാസ് കയറി, ചുറ്റിക്കറങ്ങി നടക്കാതെ. എനിക്ക് ക്ലാസ് ഉണ്ടെന്ന് പറയാം, എനിക്ക് പോകാൻ അറിയാം. താൻ എന്നെ കൂടുതൽ പഠിപ്പിക്കേണ്ട കേട്ടോ. വന്നേക്കുന്നു പഠിപ്പിക്കാനായിട്ട്. ചിലപ്പോൾ അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചെന്നും വരും. എന്നെക്കൊണ്ട് കൂടുതൽ നീ ചെയ്യിപ്പിക്കല്ലേ. പോ. എടാ ജിമിനെ, നീ ഇവിടെ നിൽക്കുവായിരുന്നോ? അവിടെ ജയിലാണെങ്കിൽ നിന്നെ വിളിക്കുന്നുണ്ട്. ഇതിനാ നീയെ ദേഷ്യപ്പെട്ട് പോയത്? നിങ്ങൾ വീണ്ടും വഴക്കുണ്ടാക്കിയോ? നോക്കടാ, ആരാ അവിടെ ഇരിക്കുന്നതെന്ന്. അതിഥി, ഇവിടെ ഏത് സമയം തീറ്റാണല്ലോ പെണ്ണൊന്ന് കൊഴുത്തിട്ടുണ്ട്. ഇന്നലെ എൻ്റെ മമ്മിയും പപ്പയും കൂടെ അവളെ ചോദിച്ച് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, മാന്യമായിട്ട് തന്നെ. അവരാണെങ്കിൽ അവർ ഇൻസൾട്ട് ചെയ്ത് വിട്ടുന്നു. ഓ ആണോ? പിന്നെ കെവിൻ എന്നെ ഇന്ന് വരാത്തതെന്ന് വല്ല മെസ്സേജ് വിട്ടായിരുന്നോ? ഞാൻ വിളിച്ചിട്ട് ഫോൺ കൊടുത്തില്ല. ആണോ? സത്യം പറഞ്ഞാൽ എനിക്ക് വരത്തില്ലടാ. ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഒരുമിച്ചൊന്ന് കൂടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് ഞാനും വീട്ടിലേക്ക് പോന്നു. റോഷ വരുന്നവനെ കണ്ടോ? അവനാണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയോ? നിന്നെ എന്നടാ അവനങ്ങനെ തുറച്ചു നോക്കുന്ന? ആണോ? എന്നിട്ടൊന്നുമില്ലടി, അത് കണ്ട് ഞെട്ടി നിൽക്കുമായിരുന്നു. മതിയടാ ജേടാ, നോക്കി നീ അവളുടെ ചോര ഊറ്റി കുടിച്ചത്. നീ മാത്രമല്ല, അവൻ്റെ കൂട്ടത്തിൽ ഒരുത്തം കുടിക്കുന്നുണ്ട്. ആദി, നീ അവിടെ എന്തെടുത്തോണ്ടിരിക്കുവോ? ഇത് നിനക്ക് ക്ലാസ് അവറല്ലേ? ഇപ്പോൾ ക്ലാസ് കയറി. അവൾ ഇവിടെ ഇരിക്കുന്നത് വീട്ടിൽ തിന്നാൻ കിട്ടാഞ്ഞിട്ടല്ലേ? ഇച്ചയ, അത് പിന്നെ എന്തിനാ? എനിക്കൊന്നും കേൾക്കണ്ട. നീ പോകുന്നത് നിന്നെ ഞാൻ തൂക്കിയെടുത്തോണ്ട് പോകണം. എന്ത് സ്വഭാവമാടിയത്? ഒരു കാര്യം ഉറപ്പായി, ജെയ്ഡൻ എന്ന വില്ലനെ തളയ്ക്കാനുള്ള വജ്രായുധ ആയിരിക്കുന്ന പെണ്ണ് ഇനി ആ കളി മാറാൻ പോകുന്നു. ഓ, സാറാണോ? വരണം. ഇതെന്നാ സാറ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയോ ഡ്യൂട്ടി? എൻ്റെ ചെറുക്കനെ ഇന്നലെ തല്ലിയത് എനിക്കത്ര പിടിച്ചിട്ടില്ല. നിന്റെ ചെറുക്കനാണെങ്കിൽ കുടുംബത്തിലുള്ള എൻ്റെ ചെറുക്കനെ തൊട്ടു, അതുകൊണ്ടല്ലേ. പിന്നെ ഞാൻ എന്തിനാ അവൻ്റെ ഇളയാപ്പനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പക്ഷേ ഇന്നലെ വൈകിട്ട് അവനെ തല്ലി ഹോസ്പിറ്റലാക്കിയേക്കുന്നത്. സാറിൻ്റെ കുടുംബത്തിലുള്ളവങ്ങൾ ഹോസ്പിറ്റലാവുന്നതിന് ഞാൻ എന്നാ ചെയ്യാനാ? സാറും വൈകാതെ ആകാതെ നോക്കിക്കോ.
നിന്നെപ്പോലൊരു തന്തയുടെ മോൻ അങ്ങനെ ആയില്ലെങ്കിൽ അതിശയുള്ളൂ. അവൻ്റെ ഈ കോൺഫിഡൻസും ധൈര്യം ഉണ്ടല്ലോ, അതങ്ങ് അരിഞ്ഞ് ഞാൻ താഴെയിടും. എൻ്റെ ചെറുക്കനാണെങ്കിൽ കേസ് കൊടുക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു. ഇച്ചായ ഈ അവർ സെക്കൻഡ് ഡി ക്ലാസ്സിൽ കയറുന്നുണ്ടോ? അല്ലെങ്കിൽ പിന്നെ അത് മിനിമിസിന് കൊടുക്കട്ടെ ഈ അവർ? പ്രിൻസിപ്പള് സ്വന്തം കെട്ടിയവനായതുകൊണ്ട് ഇടിച്ചു കയറി വരാല്ലേ, അനുവാദമൊന്നും ചോദിക്കാതെ. കൊള്ളാം. ലവ് മാരേജ് ആണെന്ന് തോന്നുന്നു. ഇപ്പോഴും ആ സ്നേഹം കാണുന്നുണ്ട്. എൻ്റെ കെട്ടിയോളില്ലേ എന്നെ ഉപേക്ഷിച്ച് പോയതാ. ഡിവോഴ്സൊക്കെ ആയതാ കേട്ടോ. സാർ എന്തെങ്കിലും കേസിൻ്റെ ആവശ്യത്തിന് വന്നതാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് പോകണം, അല്ലാതെ ഇവിടെയുള്ള ടീച്ചേഴ്സിൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടണ്ട. ഇത് ഭാര്യയും ഭർത്താവും നല്ല കട്ടയ്ക്ക് നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ച് പോയി ഞങ്ങൾ ഡിവോഴ്സ് ആയതാ. ഈ ടീച്ചർ എങ്ങാനും ഡിവോഴ്സ് ആവുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വരാനൊരു സ്കോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഓ വേണ്ട, ആ സ്കോപ്പ് സാറിൻ്റെ കയ്യിലങ്ങ് വെച്ചാൽ മതി. വേണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ സാറേ ഞാനങ്ങ് ഇറങ്ങുക. ശരിയെന്നെങ്കിലോ. എന്താ ചേട്ടാ, എന്താ നീ ഇവിടെ? നിനക്ക് ഈ അവരുടെ ക്ലാസ് ഇല്ലേ? നീ എനിക്ക് ക്ലാസ്സിൽ പോ. എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? മമ്മിയുടെ അവറ, അതുകൊണ്ട് ഞാൻ വിളിക്കാൻ വന്നത്. ആയിരിക്കട്ടെ, ആ പോലീസ് ഓഫീസർ എന്താ ഇവിടെ? ഞാനിപ്പം വരുന്നു, നീ ക്ലാസ്സിലേക്ക് പോക്കോ, അതിനെപ്പറ്റി വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. അവൻ പോയി. എടോ ജീനെ, പിന്നെ അയാൾ പറഞ്ഞ എന്തെങ്കിലും കേട്ടുകണോ ഇവൻ? അവൻ ശാന്തതയോടെയല്ലേ നിന്നത്, അതുകൊണ്ട് കേട്ട് കാണത്തില്ലായിരിക്കും ചെയ്യാൻ. എന്തായാലും ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലട്ടെ. മാം സോറി സാർ, ഇപ്പോൾ ഇവിടെ വന്ന ആൾ സ്ലിപ്പായിട്ട് സ്റ്റെയറിൽ 2ാം നിലയിൽ നിന്ന് താഴെ വീണു. അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കുക.